അഭിനന്ദനങ്ങൾ ഡോക്ടർ സാർ. ലോകത്തിതേവരെ ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള റോബോട്ടിനെയാണ് താങ്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഐ വിൽ സീ യു സൂൺ. മിസ്റ്റർ, ഈ റോബോട്ട് ഞങ്ങൾക്ക് വിട്ടു തന്നേക്കോ. എന്നിട്ട് അത് ഉണ്ടാക്കാനുള്ള ഫോർമുലയും പറഞ്ഞതാ. പ്രതിഫലമായി നിങ്ങൾ ചോദിക്കുന്നത് എന്തും നൽകും. മനസ്സിലായോ? നിങ്ങൾക്കൊരിക്കലും ഈ റോബോട്ടിനെയും അതിന്റെ ഫോർമുലയും ഞാൻ വിട്ടുതരില്ല. വിഡ്ഢിത്തം പുലമ്പാതടോ. ആലോചിക്ക്. ഇതുപോലെയുള്ള റോബോട്ടുകൾ വെച്ച് വലിയ സൈന്യമുണ്ടാക്കിയാൽ നമുക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കുവാൻ സാധിക്കും. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ഇതിന് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകും. താൻ ഇതിന്റെ വില പറ. ആ സയന്റിസ്റ്റ് തന്റെ റോബോട്ടിനെയും കൂട്ടി മറ്റൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് ആ റോബോട്ടിന് ഒരു മിടുക്കനായ കുട്ടിയുടെ രൂപം നൽകി പുതിയൊരു പേരും കൊടുത്തു. എന്നിട്ട് ആ റോബോട്ടിന് കൊടുത്ത പേരാണ് വീർ. ആ സയന്റിസ്റ്റിന്റെ പേര് പ്രേം സഹായ്. അല്ലേ അപ്പൂപ്പ? എപ്പോ ചോദിച്ചാലും ഈ കഥ മാത്രമേ പറയൂ. അല്ല അപ്പൂപ്പ, എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്ന ആളുടെ പേരെന്താ? എന്താടാ ഇത്? നീ പോയി ഉറങ്ങ്. നിന്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സമയമായി. ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിലേ നാളെ നിനക്കൊന്നും ചെയ്യാനുള്ള പവർ ഉണ്ടാവുകയില്ല. അപ്പൂപ്പ, അയാളുടെ പേരൊന്ന് പറഞ്ഞതാ. ആരാ എന്നെ മോഷ്ടിക്കാൻ വന്നത്? അയാളുടെ പേരാണ് മാഡ് മാക്സ്. അയാള് നിന്നെ ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മണ്ടന്മാരാണ്, ഭീരുക്കളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്. ഇത്ര നാളായിട്ടും ആ പ്രേം സായുടെ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കായില്ലേ? മാഡ് മാക്സ് ഈസ് മാഡ്, വെരി വെരി മാഡ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, അവള് പറഞ്ഞത് ശരിയാണ്. ദാ അങ്ങോട്ട് നോക്കൂ, അങ്ങുണ്ടാക്കിയ ശക്തിശാലിയായ റോബോട്ട് തയ്യാറാണ് ബോസ്. അങ്ങെന്തു പറഞ്ഞാലും ഞാൻ അതനുസരിക്കുന്നതാണ്. ആ പ്രേം സായുടെ റോബോട്ടിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഡോക്ടർ പ്രേം സായ്, ഇനി തന്റെ ആ റോബോട്ടിനെ ഈ ലോകത്താർക്കും സഹായിക്കാനാവില്ല. നിയന്ത്രിക്കൂ ബോസ്, നിയന്ത്രിക്കൂ. അങ്ങേപ്പോലൊരു ജീനിയസിന്, സൂപ്പർ ഡൂപ്പർ ജീനിയസിന് ഈ കോപം നല്ല ഭൂഷണമാകുന്നില്ല. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പോയി ആ പ്രേം സായിയുടെ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ നോക്ക. പോയി ന്യൂസ് കാണുക, എല്ലാ പത്രങ്ങളും വായിക്ക. ഏതെങ്കിലും ഒരു നാട്ടിൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോന്ന് നോക്ക. അതൊരു റോബോട്ടാണ്. എപ്പോഴെങ്കിലും അസാധാരണമായ ഒരു കാര്യം ചെയ്യാതിരിക്കില്ല. പോടാ ഇവിടുന്ന്. മാഡ് മാക്സ് ഈസ് മാഡ്, വെരി വെരി മാഡ്. എനിക്ക് പേടിയാവുന്നു. നിന്റെ മെഷീനെ എനിക്ക് വിശ്വാസമില്ല. ജിണ്ടു, ജിണ്ടു, എന്നെ വന്നൊന്ന് സഹായിക്കടാ. ഇതെല്ലാം നമ്മള് മുന്നൂന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാ. നിനക്ക് എന്റെ മെഷീനില് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജിണ്ടു നിന്നെ എടുത്തുകൊണ്ട് പറന്നോളും. കണ്ടു കഴിഞ്ഞാൽ നീ എന്റെ ചിറകൊണ്ട് പറക്കുന്നേ തോന്നൂ. ജിണ്ടുവിന് മറവിയുടെ അസുഖമുണ്ട്. അവനിടയ്ക്ക് ആൾക്കാരെ പോലും മറന്നു പോകും. പിന്നെ അവൻ എങ്ങനെ എന്നെ സഹായിക്കും? ജിണ്ടുവിന്റെ തലയിൽ അടി കിട്ടിയാലേ അവനെല്ലാം മറക്കൂ. അവന്റെ ഓർമ്മ ഇങ്ങനെ എപ്പോഴും വന്നും പോയും ഇരിക്കും. ഇവിടെ അവന്റെ തലയ്ക്ക് അടി കിട്ടാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ. നീ പേടിക്കണ്ട, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഈ മന്ത്രം ഓർമ്മ വെച്ചാ മതി. അകടം പകടം ഇകടം തികടം ആലം ഫാലം ദന്തമാദം. ഈ മന്ത്രം മുഴുവനായി പറഞ്ഞിട്ട് ഞാൻ പറക്കട്ടെ എന്ന് പറയുക. അപ്പൊ നിനക്ക് പറക്കാൻ കഴിയും. അകടം പകടം ഇകടം തികടം ആലം ഫാലം ദന്തമാദം. അകടം പകടം ഇകടം തികടം ആലം ഫാലം ദന്തമാദം. വെരി ഗുഡ് ചുൾബുൾ. എന്നാ പിന്നെ ഞാൻ താഴേക്ക് പോട്ടെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം വരും.
ഓക്കേ ചുൾബുൾ പറന്നോളൂ. നീ പറക്ക് ചുൾബുൾ. മന്ത്രം പറഞ്ഞിട്ട് പറക്കാൻ ശ്രമിക്ക. വേണ്ട 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 എനിക്ക് മറക്കാനാവില്ല. ഞാൻ ആ മന്ത്രം വരെ മറന്നുപോയി. അകടം തകടം ശികിടം. അയ്യോ ബാക്കി ഇപ്പം തന്നെ മറന്നുപോയി അമ്മേ. അയ്യപ്പോ ഇവിടെ ഏതോ ഒരു ചെറുക്കൻ പറക്കുന്ന ചിറകുകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ കേട്ടല്ലോ. ഇനി അപ്പോ ഇതായിരിക്കുമോ ആ പ്രേം സഹായിയുടെ റോബോട്ട്? ശരി, എന്നാ പോയൊന്ന് നോക്കിയേക്കാം. നീ ചാടിക്കോ ചുൾബുൾ. ഞാൻ നിന്നെ പറപ്പിച്ചോളാം. വേഗം ചാട്. മന്ത്രമൊക്കെ വിട്ടേക്ക്. എന്റെ അമ്മേ. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓ, ഭക്ഷണത്തിന്റെ എന്ത് നല്ല മണായി വരുന്നത്. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ? ജിണ്ടുച്ചേട്ടൻ അവിടെയുണ്ട്. మజాగా ఉంది. నేను గెలుస్తాను. అరే విను, అటు వెళ్తున్నావేంటి? రేసు జరిగేది ఇటువైపు. అక్కడ ఫినిషింగ్ లైన్ ఉంది. మనం రేస్ గెలుస్తున్నాము చుల్బుల్. అంకుల్ కి 5 లక్షలు వస్తాయి. చుల్బుల్, నేను నిన్న నైట్ చార్జింగ్ పెట్టుకోలేకపోయాను. నా బ్యాటరీ లో అయిపోతుంది. ఇప్పుడు అంతా నీ చేతిలో ఉంది. చుల్బుల్, ఆగొద్దు. పరిగెత్తు చుల్బుల్, పరిగెత్తు. యు కెన్ డు ఇట్. నేను అలసిపోయాను. ఇక పరిగెత్తలేను. కమాన్ వీర్, కమాన్. త్వరగా రా. రాగలవు. శభాష్ కమాన్, వీర్. కమాన్ వీర్, కమాన్ వీర్. కమాన్. ఈ బంటి ఎటెళ్ళిపోయాడు? ఇప్పటి వరకు ఇంకా రాలేదేంటి? ఒక గాడిద చేతిలో ఓడిపోతే అందరూ మనల్ని చూసి వింతగా నవ్వుతారు. చుల్బుల్ ఇంకా కొంచెం దూరమే. చుల్బుల్ ఇంకా కొంచెం దూరమే ఉంది. బంటి త్వరగా రా. కమాన్ బంటి, తొందరగా రా. త్వరగా రా బాబు. వీర్, వీర్, వీర్. కమాన్ వీర్. చుల్బుల్, నీ క్యారెట్లు అక్కడే ఉన్నాయి. వెళ్ళు. వేరే వాళ్ళు తినక ముందే తినేసింది. క్యారెట్లా? వీర్, శుభాకాంక్షలు. నువ్వు గెలిచావు. దొంగ, దొంగ, దొంగ. అందరూ రండి. దొంగ. ఎవరైనా వెళ్ళి పట్టుకోండి. పరిగెత్తు. అయ్యయ్యో, ఇదేంటి? నేను పరిగెడుతూ ఇలా జారిపోతున్నానా? చింటూ, వీరెక్కడ కనిపించడం లేదు. పద వెళ్ళి వెతుకుదాం. దేవుడా, అసలు ఏంటిది? నేను ఇలా ఇరుక్కుపోయాను. ఇప్పుడు నేనేం చెయ్యాలి?
వాళ్ళు నిన్ను చూసి దయ్యం అనుకున్నారు. అందుకే నేను నిన్ను నిజమైన దయ్యంలా మార్చేద్దాం అనుకున్నాను. భలే మజా వచ్చింది. అందరూ భయపడి పారిపోయారు. అంతా నా వల్లే జరిగింది. ఇప్పుడు నేను ఊర్లోకి కరెంట్ తెప్పించకపోతే అప్పుడు అక్క పెళ్లి పాడైపోతుంది. ఇదేమంత పెద్ద కష్టమని వెలుతురేగా తెప్పిస్తాను. అదేంటి ఇలా చేస్తున్నావు? వెలుతురు బాస్, వెలుతురు. చంద్రుడి వెలుతురు రాత్రికి చాలా అవసరం. చంద్రుడు కిందికి వస్తే మనం జనాలకు ఏమని చెప్తాము? నేనే నా గురించి నిజానికి ఇంకా ఎవరికి చెప్పలేదు. ఇంకా నీ గురించి ఏం చెప్తాను? కాపాడు, నేను చంద్రుడి దగ్గరికి వెళ్ళాలనుకోవడం లేదు. ఏం చేయాలన్నా నేనే చేస్తాను. కాబట్టి వెళ్ళిన చుల్బల్ని తీసుకురా. సరే బాస్.